എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിലോട്ടാണ് നമ്മുടെ യാത്ര. നമ്മുടെ കേരളത്തിലെ ഓറഞ്ച് തോട്ടങ്ങളുടെ നാട് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയപ്പെടുന്ന നമ്മുടെ നെല്ലിയാമ്പതി, കുഞ്ഞു നെല്ലിയാമ്പതിയിലോട്ടാണ് നമ്മുടെ യാത്ര കേട്ടോ. അപ്പം ഞങ്ങളിത് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുണ്ടറ പാലമൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പോത്തുണ്ടി ഡാമിൻ്റെ അവിടെ നിന്ന് അവിടുത്തെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നമ്മുടെ ഫോറസ്റ്റ് ഗാർഡ് നമ്മൾ തടഞ്ഞു നിന്നിട്ട് നമ്മുടെ വണ്ടിയുടെ നമ്പറും എല്ലാം എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളവിടെ കയറുന്ന സമയം എന്ന് വെച്ചാൽ 12:30 സമയമാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഒരു 6 മണിയാകുമ്പോഴേക്കും തന്നെ തിരിച്ചിറങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ ആന ഇറങ്ങുന്ന ഒരു ടൈമൊക്കെയാണത്, ആ സമയമാകുമ്പോഴേക്കും തിരിച്ചിറങ്ങണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ എന്നുകൊണ്ട് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓരോ വളവ് തിരിയുമ്പോഴാണെങ്കിലും ഓരോ രീതിയിലുള്ളതാണ് കേട്ടോ. ഒരു സൈഡാണെങ്കിൽ വലിയ വലിയ കൂറ്റൻ മരങ്ങളും വേറൊരു സൈഡാണെങ്കിൽ അടിപൊളി താഴ്ചയുള്ള ഉഗ്രൻ കൊക്കയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ മരങ്ങളെന്ന് പറഞ്ഞാൽ കൂറ്റൻ മരങ്ങൾ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മരങ്ങളാണ് കേട്ടോ. നമ്മൾ വൃക്ഷങ്ങളുടെ രാജാവ് എന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ള അത്രയും വണ്ണത്തിൽ ഉള്ള മരങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ പിന്നുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നെല്ലിയാമ്പതിയിലോട്ട് നമുക്ക് 10ഓളം ഹെയർ പിന്നുകളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു സൈഡ് മറ്റ് ചെറിയ ചെറിയ കൽബറ്റുകളൊക്കെ ഉണ്ട്. അതിലൊക്കെ മിക്ക എണ്ണത്തിലും തന്നെ നമ്മുടെ കുരങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നെല്ലിയാമ്പതിയിൽ തണുപ്പ് ആസ്വദിക്കൽ, അതേപോലെ തന്നെ നമ്മൾ ഓറഞ്ച് തോട്ടം അങ്ങനെയൊക്കെ നമ്മൾ കാണാനായിട്ടാണ് മെയിനായിട്ട് എല്ലാവരും വരുന്നത്. തേയിലത്തോട്ടം ഇതൊക്കെ കാണാനായിട്ടാണ്. ഞാനും അത് തന്നെയാണ് കാണാനായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ കണ്ണിൽ പ്രത്യേകിച്ച് ഒന്നുകൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലമ്പുഴയ്ക്ക് വേഴാമ്പലിനൊക്കെ നെല്ലിയാമ്പതി എന്ന് പറയുമ്പോൾ തന്നെ ഓരോരുത്തർ പറയും ഇവിടെ മലമ്പുഴയ്ക്ക് വേഴാമ്പലിനെ കാണാൻ പറ്റുന്നൊക്കെയാണ്. അപ്പം ഞാനും അതേ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മാന ആണെങ്കിലും അങ്ങനെ കുറച്ച് മൃഗങ്ങളെയൊക്കെ മലയണ്ണ ഇതൊക്കെ നമ്മൾ കാണാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി യാത്ര ചെയ്യുമ്പോൾ ഇടയിലൊക്കെ ആനത്താരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആനത്താരിയൊക്കെ കാണുമ്പോൾ ഞങ്ങൾ മിക്ക ഇടയിൽ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട് ആനത്താരി ഇടയിലുണ്ട്, അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മെല്ലെ മെല്ലെ പോയാൽ മതി. ഞങ്ങൾ കയറുന്ന സമയത്ത് തന്നെ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇടയിൽ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരങ്ങളും യാത്ര ചെയ്തപ്പോൾ എനിക്ക് ബസ്സിനെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഒരു KSRTC ബസ്സാണ് ഞാൻ ആകെ കണ്ടത്. പിന്നെ ഇടയിലായിട്ട് ചെറിയ ചെറിയ ലയങ്ങളുണ്ട് കേട്ടോ. ലയങ്ങൾ എന്ന് വെച്ചാൽ വീടുകൾ, നമ്മൾ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്നവരുടെ വീടുകളാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടും അങ്ങനെ ചെറിയ രീതിയിലുള്ള ഓരോ വീടുകളാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നെല്ലിയാമ്പതിൽ നമ്മൾ കാണാനായിട്ട് വേറെ പറയാനായിട്ട് കേശവമ്പാറ, അതേപോലെ തന്നെ പാടഗിരി, പോത്തുപ്പാറ, പിന്നെ തൂക്കുപാലമുണ്ട്. ഇതൊക്കെ തന്നെ തേയിലത്തോട്ടങ്ങൾ, ഓറഞ്ച് തോട്ടങ്ങൾ ഇതെല്ലാം തന്നെയാണ് മെയിനായിട്ട് നമ്മൾ നെല്ലിയാമ്പതിൽ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് അതിനോടൊപ്പം തന്നെ വല്ല മൃഗങ്ങളെയൊക്കെ കണ്ടു കിട്ടിയാൽ നമുക്കും കാണാൻ നല്ലൊരു ഇതായിരിക്കുമല്ലോ. പന്നിയാണെങ്കിൽ കൂടി മലയണ്ണാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കും നമ്മുടെ ക്യാമറയ്ക്ക് അടിപൊളി കാഴ്ച തന്നെ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് നോക്കാം വല്ലതും കാണാൻ പറ്റുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞങ്ങൾ യാത്ര മെല്ലെയാണ് 30-40 റേഞ്ചിലാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുക. അത്രയും സ്പീഡ് കുറവിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വല്ലതും കാണാൻ പറ്റുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഗോ സ്ലോ എന്ന് പ്രത്യേകിച്ച് നമ്മൾ ബോർഡുകൾ ഇടയിലിടയിൽ കാണുന്നുണ്ട്. പിന്നെ കുരങ്ങ് കുട്ടികൾ അവരുടെ അമ്മമാരെല്ലാവരും കൂടിയിട്ട് നമ്മൾ ഫാമിലിയോടെ നമ്മൾ കാണാൻ കഴിയുന്ന മുഴുവൻ പകുതിയും റോഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി പതുക്കെ തന്നെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി പോകുന്ന സമയത്ത് കുറച്ച് ആളുകൾ നമ്മളെ വണ്ടി തടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊന്നും അല്ല, അതിനടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്, അയ്യപ്പൻ്റെ അമ്പലം കേട്ടോ. ആ അമ്പലത്തിൽ ഒരു ഉത്സവം വരാൻ പോവാണ്. അപ്പോൾ ആ ഉത്സവത്തിന് വേണ്ട എന്തെങ്കിലും ദക്ഷിണയായിട്ട് എന്തെങ്കിലും അവർ ചോദിച്ചതാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ അയ്യപ്പൻതിട്ട എന്ന് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ നെല്ലിയാമ്പതിക്കാരുടെ പണ്ട് മുതലേ ഉള്ള നമ്മുടെ ഒരു അമ്പലമാണ് കേട്ടോ അത്. നമ്മുടെ അത് ഈ കാണുന്നത് വ്യൂ പോയിൻ്റാണ്. നമ്മൾ വ്യൂ പോയിൻ്റൊക്കെ അവിടെ നിന്ന് കാണാനൊക്കെ കഴിയും. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ക്യാമറയിലൊക്കെ നമുക്ക് അസ്തമ സൂര്യനും അതേപോലെ തന്നെ ഉദയ സൂര്യനെയൊക്കെ കറക്റ്റായിട്ട് ക്യാമറയിൽ കാണാൻ കഴിയുന്നതാണ് കേട്ടോ അവർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു ബോർഡ് കണ്ടത് പുലയമ്പാറ, അതേപോലെ തന്നെ 100 അടി കാരപ്പാറ എന്നുകൊണ്ടുള്ള 3 ഇതാണ് കൊടുത്തിരിക്കുന്നത്, ടാരോയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ പുലയമ്പാറ റോഡിലേക്കാണ് നേരെ കയറിയത്. അപ്പോൾ അവിടെ നേരെ കയറിയ സമയത്ത് നമുക്ക് അവിടെയാണ് കൂടുതലായിട്ട് നമ്മൾ ഓറഞ്ച് തോട്ടങ്ങളാണ്, അതേപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ആണെങ്കിലും ഇതൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ വഴി പോയാലാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ശരി എന്നിട്ട് പുലയമ്പാറ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ടേണിങ് കഴിഞ്ഞ വഴിക്ക് തന്നെ ഞങ്ങൾ കാണുന്നത്, ആദ്യം തന്നെ കണ്ടത് നമ്മൾ ഫാഷൻ ഫ്രൂട്ടില്ലേ, ഫാഷൻ ഫ്രൂട്ടിൻ്റെ തോട്ടങ്ങളാണ് കേട്ടോ. നമ്മളിവിടെ ഓറഞ്ച് തോട്ടം എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. പക്ഷേ അത് ഫുള്ള് ഫാഷൻ ഫ്രൂട്ടിൻ്റെ തോട്ടങ്ങളാണ് കംപ്ലീറ്റ് കിട്ടാം ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇഷ്ടം പോലെ പഴുത്ത് തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
അതേപോലെ തന്നെ കൊയ്യാക്കയുടെ മരങ്ങൾ അതിനോടൊപ്പം തന്നെ ഒപ്പം തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ അതിലും പഴുത്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പറിക്കാനൊക്കെ വണ്ടി നിർത്തി നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയില്ല കേട്ടോ. ഭയങ്കര താഴ്ചയിലോട്ടാണ് മരങ്ങളൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷേ അവിടെയൊക്കെ കമ്പിവേലിയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ആന വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പിവേലികൾ, എർത്ത് കമ്പികളാണ് കേട്ടോ കൂടുതലായിട്ട് അവിടെയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ നെല്ലിയാമ്പതി ശരിക്കും മിസ് ചെയ്യുന്നത്, ഭയങ്കര തണുപ്പിട്ട് നല്ലൊരു സുഖമുള്ളൊരു തണുപ്പാണ് കേട്ടോ. ഇതൊക്കെ ടൂറിസ്റ്റ് വണ്ടികളാണ്, ഇങ്ങനെ ചെറിയ ചെറിയ ട്രാവലറുകളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. വെക്കേഷൻ കൂടി ആയതുകൊണ്ട് ഇഷ്ടംപോലെ വണ്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, വേണ്ട എന്നുണ്ടെങ്കിൽ റോഡ് ചില വശങ്ങളൊക്കെ ഭയങ്കര മോശമായി കിടക്കുന്നതുകൊണ്ട് ജീപ്പ് സവാരി വേണമെങ്കിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ജീപ്പുകൾ ഇഷ്ടംപോലെ നമ്മൾ അവിടെ വണ്ടി താഴെ തന്നെ എത്തുമ്പോഴേക്ക് തന്നെ ഇഷ്ടംപോലെ ആളുകൾ ജീപ്പ് സവാരിക്ക് വേണമെന്നുണ്ടെങ്കിൽ പോകാമെന്നുണ്ട് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളതൊന്നും വേണ്ടാന്നിട്ട് വണ്ടിയിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചുറ്റും കമ്പിവേലി കെട്ടിയിരിക്കുകയാണ് കേട്ടോ. കാണുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കടലാസ് പൂ കേട്ടോ, പല തരത്തിലുള്ള കടലാസ് പൂവുകളുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. പിങ്ക് ആണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും. പിന്നെ അതേപോലെ തന്നെ മോട്ടർ മുല്ല എന്ന് പറഞ്ഞിട്ട് പറയാം, നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ മോട്ടർ മുല്ല ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അതൊക്കെ പറിച്ചിട്ട് ഇഷ്ടംപോലെ തലയിൽ വയ്ക്കില്ല, പക്ഷെ നല്ല മണമുള്ളൊരു പൂവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കൊയ്യാക്കിയൊക്കെ പറിക്കാൻ നോക്കിയിട്ട് പക്ഷെ ഒന്നും നടന്നില്ല എന്നുകൊണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഈ കടലാസ് പൂവിൻ്റെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ട് മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ നമ്മുടെ സവാരി വണ്ടിയുടെ ജീപ്പ് സവാരി എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ വീണ്ടും അതേപോലെ കുറേ വണ്ടികൾ നിൽക്കുന്നുണ്ട്. അവരൊക്കെ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, വണ്ടി വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതേപോലെ തന്നെ റിസോർട്ടുകൾ ഇതൊക്കെ അവർ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ എന്നുണ്ട് പറഞ്ഞ് മൊബൈൽ നമ്പറൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ ജീപ്പുകളാണ് കേട്ടോ നിൽക്കുന്നത് ഇവിടെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഫാമിൻ്റേത് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമാണ് ഇതിനുള്ളിലോട്ട് കയറിപ്പോയാൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ആദ്യം തന്നെ ഇവിടെ കയറിയ സമയം പോകുമെന്ന് വെച്ചിട്ട് കയറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ട് നേരെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്തടുത്ത് തന്നെയായിട്ട് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ആ കടകളിലൊക്കെ കൂടുതലായിട്ട് കാണുന്നത് ഹോം മെയ്ഡ് ചോക്ലേറ്റ്, അതേപോലെ തന്നെ നമ്മുടെ തേയില, പിന്നെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് കേട്ടോ, അതാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു തണുപ്പുണ്ട്, അതേപോലെ തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു രക്ഷയില്ലാത്തൊരു ഫീലാണ് കേട്ടോ കിട്ടുന്നത് സത്യം പറഞ്ഞാൽ. ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ, വണ്ടികളൊക്കെ അവിടെ അവിടെയായിട്ട് പാർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളും ഒരു സൈഡിലായിട്ട് വണ്ടി പാർക്ക് ചെയ്തു കേട്ടോ. അതിനുശേഷം ഭക്ഷണം കഴിക്കുന്ന സമയം 2:30 ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശന്ന നല്ല രീതിയിലായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളൊരു തേയിലത്തോട്ടത്തിൻ്റെ സൈഡിലൂടെ ചെറിയൊരു റോഡുണ്ട്, അപ്പോൾ ആ ഭാഗത്തായിട്ട് വണ്ടി നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ്. ചോറും അതേപോലെ തന്നെ കുറച്ച് ബീഫ് കറി, കുറച്ച് അച്ചാർ, ഇത്രയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കൂടുതലൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ലഘു ഭക്ഷണം എന്ന് പറയാം, ഇത് ലഘുവല്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ലഘു തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ടാർപ്പായി മറിച്ചിട്ട് ഒരു അച്ഛനും അമ്മയും അതേപോലെ തന്നെ 2 പെൺകുട്ടികളാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടി ചെറിയൊരു കട നടത്തുന്നുണ്ട് കേട്ടോ. ഫുഡൊക്കെ ഹോംലി ഫുഡ് അവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് ഒന്നും വാങ്ങിക്കേണ്ടി വന്നില്ല. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ തൊട്ടടുത്ത് തന്നെ ഒരു നായ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നായ്ക്ക് ബാക്കിയുള്ള ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നായിനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ അമ്മ അയ്യോ എന്നെയാണോ വീഡിയോ എടുക്കും, ഞാൻ നേരെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഭയങ്കര സീനായിട്ട് നേരെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ആ നായ നേരെ വന്നതാ ഇതിന് മുകളിലോട്ടാണ് കേട്ടോ. ഭയങ്കര കുരക്കലാണ്, എന്താ സംഭവം എന്നറിയില്ല, എന്തെങ്കിലും പാസ് ചെയ്ത് പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ നിൽക്കുന്ന എല്ലാവരും വന്ന് നോക്കുന്നുണ്ടായിരുന്നു എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ എല്ലാവർക്കും ഒരു പേടിയുണ്ട്, ആനയാണോ എന്താണെന്നൊന്നും അറിയില്ല. കുറേ നേരം വെയിറ്റ് ചെയ്ത് നായ പേടിച്ചിട്ടാണ് കേട്ടോ, പേടിച്ചിട്ട് കുരയ്ക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കത് എന്താണെന്നുള്ളത് കാണാൻ കഴിഞ്ഞില്ല. കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു ബാക്കിൽ കൂടെ ഒരു കറുപ്പ് കളർ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു പേടി, അപ്പോൾ ഞങ്ങൾ വേഗം വണ്ടി എടുത്ത് നീങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് പോപ്സ് ഗ്രൂപ്പ് സീതാർകുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതിൻ്റെ അവിടെയാണ് എത്തി നിൽക്കുന്നത്.
അപ്പോൾ അതിന് അങ്ങോട്ടേക്ക് കിടക്കണമെങ്കിൽ അവിടെ നിന്നൊരു പാസ് എടുക്കണം അത്ര. അപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഏട്ടൻ പാസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര പേര് വണ്ടിയിലുണ്ട് എന്നുള്ളത് അവിടെ കൊടുക്കണം, പേരും അതേപോലെ തന്നെ അഡ്രസ്സൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ. ഇവരും അതേപോലെ തന്നെ പറഞ്ഞത് നേരത്തെ തന്നെ അവിടെ തിരിക്കണം, ഒരുപാട് വൈകാൻ പാടില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. എന്നതിന് ശേഷം പേരും അഡ്രസ്സും എല്ലാവരും എഴുതി കൊടുത്തു. എന്നതിന് ശേഷം ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ നടക്കുകയാണ്. അപ്പോൾ കുറേ കാണാനുണ്ട്. ഓറഞ്ച് തോട്ടങ്ങളാണെങ്കിലും ഇതെല്ലാം നല്ല രസമുള്ള കാഴ്ച തന്നെയാണ്. ഈ ഇടയിൽ കാണുന്നത് ഈ മരങ്ങളിലൊക്കെ കുരുമുളക് ഉണ്ട് കേട്ടോ. കുരുമുളകും കൂടി ഒപ്പം തന്നെ വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങളൊക്കെ കുറേ നേരം നിന്നു കേട്ടോ. നല്ലൊരു തണുപ്പുമായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇത് തേയിലയുടെ ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ നിറയെ വിനോദസഞ്ചാരി ആളുകളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് എല്ലാവരും നടന്നിട്ട് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കലും ഫുള്ള് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ നെല്ലിയാമ്പതിയുടെ എംബ്ലം എന്നൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാം. ആ ഒരു സംഭവമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അത് കാണാനായിട്ടാണ് നമ്മളെല്ലാവരും കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ എവിടെ പ്രൊഫൈൽ എന്ത് നോക്കിയാലും കാണുന്ന ഒരു സംഭവമാണ് ഈ ഒരു മരം കേട്ടോ. ഈ ഒരു മരമാണ് നമ്മുടെ നെല്ലിയാമ്പതിയുടെ എംബ്ലമായിട്ട് നമ്മളെല്ലാത്തിലും കാണുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ ഒന്നും ഇവിടെ കമ്പിവേലിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ കമ്പിവേലിയൊക്കെ കെട്ടിയിരിക്കുന്നു. അതിന് താഴെ കാണുന്ന നമ്മൾ സീതാർകുണ്ട്, ഈ വെള്ളച്ചാട്ടം, ഇതൊക്കെ കാണുന്ന ഈ കൊല്ലങ്കോട് ആ ഒരു ഏരിയ ആണ് കേട്ടോ. ആ താഴേക്ക് കാണുന്ന ഫുള്ള് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല, പക്ഷെ പാടമാണ്, പുഴ, അങ്ങനെ എല്ലാ രീതിയിലുമാണ് കേട്ടോ അവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ കുറേ നേരം നിന്ന് നോക്കി, പക്ഷെ നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. ചെറിയതായിട്ട് കാണുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഈ മരം. അപ്പോൾ നേരത്തെയൊക്കെ ഈ മരത്തിലൊക്കെ കയറി നിന്നിട്ടൊക്കെ ആളുകൾ ഫോട്ടോ ഒക്കെ എടുത്തത് കണ്ടിട്ടുണ്ട് കേട്ടോ. 2 വർഷം മുമ്പ് ഒരു കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിന് ശേഷമാണ് തോന്നുന്നു ഒന്നുകൂടി സ്ട്രിക്റ്റ് ആക്കിയിരിക്കുന്നത്. കമ്പിവേലിയൊക്കെ കെട്ടി ഇപ്പോൾ അവിടെ ഡേഞ്ചർ എന്നുള്ളൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. താഴേക്ക് നമുക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. കൊല്ലങ്കോടെന്ന് മാത്രമല്ല, കുറേ ഗ്രാമങ്ങൾ, ചെറിയ ഗ്രാമങ്ങളൊക്കെ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ നെല്ലിയാമ്പതി ശരിക്ക് മിസ് ചെയ്യാതെ പോകരുത് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ എന്താണെങ്കിൽ വന്ന് കാണാനുണ്ട്. അത്രയും നമുക്ക് രസമുള്ളൊരു കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. നമ്മൾ സൂം ചെയ്ത് നോക്കുന്ന ഒരു പുഴയൊക്കെ ഒഴുകുന്നൊരു ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ നമ്മുടെ പരയപ്പാണ്ടി വെള്ളച്ചാട്ടം, അതേപോലെ തന്നെ സീതാർകുണ്ട് വെള്ളച്ചാട്ടം, ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് താഴത്തേക്ക് പതിക്കുന്നുണ്ട്. എല്ലാം നല്ലൊരു കാഴ്ച തന്നെയാണ്. നല്ല അടിപൊളി കാഴ്ചകൾ തന്നെയാണ്. പറഞ്ഞാലൊന്നും അത്ര തീരില്ല, അത്ര അടിപൊളി കാഴ്ചകളാണത്. അപ്പോൾ ഞാൻ ഡേഞ്ചർ ബോർഡിൻ്റെ അടുത്ത് നിന്നും എല്ലാം മാറട്ടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നെല്ലിയാമ്പതിയിലെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ പന്നിക്കൂട്ടത്തെയാണ് ഞങ്ങളിവിടെ കണ്ടത്. പന്നിക്കൂട്ടം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്ന് പോണു, തൊട്ടടുത്ത് തന്നെ വേറെ ഒരെണ്ണം കൂടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ വളരെയധികം എനിക്ക് സന്തോഷമായി. വേറൊന്നുമല്ല, ഞങ്ങൾ ഇത്രയും നേരം ഒന്നും കണ്ടില്ലല്ലോ എന്നുള്ള വിഷമത്തിലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതാ പോണോ. അപ്പോൾ ഇത്രയുള്ളൊരു ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എങ്കിലപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.